കോഴിക്കോട്ട് കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ ഹർജിയിൽ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം വ്യവസ്ഥകൾ ലംഘിച്ച് ജിതിൻ ഫേസ്ബുക്കിലൂടെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ചെന്നും നാട്ടിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. അനഘ ഹർഷൻ വിശദാംശങ്ങൾ നൽകും. അനഘ, വളരെ നിർണായകമായ ഈ കാഫർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ പ്രോസിക്യൂഷൻ ഇന്നിപ്പോൾ കോടതിയിൽ വാദിച്ചത്? കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതിയായിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കർ കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ ഈ ജിതിൻ ഭാസ്കർ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരുന്നു. ഫേസ്ബുക്ക് കുറിപ്പിട്ടതിന് പിന്നാലെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഈ പോസ്റ്റ് ഇട്ടിരുന്നത്. താൻ പ്രതിയാണെന്ന് എന്ന പോലീസ് തെളിയിക്കട്ടെ, താൻ പ്രതിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. ഇതേ ജിതിൻ ഭാസ്കർ തന്നെ ഒരു ഓഡിയോ സന്ദേശം പിന്നെ തൊട്ടടുത്ത ദിവസം പ്രചരിപ്പിച്ചിരുന്നു. താൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് ഓഡിയോ സന്ദേശമായിരുന്നു പ്രചരിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ ജിതിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് ജാമ്യ വ്യവസ്ഥകൾ ഈ ജിതിൻ ഭാസ്കർ ലംഘിച്ചു എന്നാണ് ഈ പ്രോസിക്യൂഷന്റെ കോടതിയിലുള്ള വാദം. എന്തായാലും അതിപ്പോൾ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം അറിയാൻ സാധിക്കും ഈ ജിതിന്റെ ജാമ്യം കോടതി റദ്ദാക്കുമോ എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണ സംഘം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ ജിതിൻ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ട്. കോടതി പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ തെളിവുകൾ ജിതിനെതിരെ ശേഖരിക്കേണ്ടതുണ്ട്. അതൊക്കെ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഈ അന്വേഷണ സംഘം കോടതിയിൽ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഗൗതം. ഓക്കെ അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കാഫർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ടാണ് കോടതിയിൽ നടപടികൾ പുരോഗമിക്കുന്നത്.